കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം തമ്മിലുള്ള കൂട്ടുകെട്ടുകളെ കുറിച്ച്, അല്ലെങ്കിൽ UDF-ന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് CPM-ന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രചാരണം ആരംഭിച്ചത്. അത് അവരുടെ സൈബർ പോരാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതുവരെ ഈ ജമാഅത്തയുടെ വോട്ട് CPM-നാണ് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ LDF-നാണ് കിട്ടിയിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു ഇക്കുറി ഞങ്ങളുടെ വോട്ട് UDF-നാണെന്ന്. ചേടാ, വോട്ട് തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വേണ്ട എന്ന് പറയുമോ? അതിനപ്പുറത്ത് UDF-ന് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതോടെ തന്നെ ജമാഅത്തെ ഇസ്ലാമി CPM-കാരുടെ കണ്ണില് ഒരു ഭീകര സംഘടനയായി, അല്ലെങ്കിൽ മത തീവ്രവാദികളായി. അവരെ ഞങ്ങൾ തൊട്ടിട്ട് പോലുമില്ല എന്ന് ആണയിട്ട് പറഞ്ഞു CPM-ന്റെ നേതാക്കള്. പക്ഷെ അവരുമായി CPM-ന് ഉണ്ടായിരുന്ന ബന്ധം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതൊരു രഹസ്യ ബന്ധമായിരുന്നില്ല, വളരെ പരസ്യമായിട്ടുള്ള ഒരു ബാന്ധവമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി LDF-ന് വേണ്ടി CPM-ന് വേണ്ടി പരസ്യമായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്.